തനേഷ് തുടരുന്നുണ്ട്. തനേഷ്, ഇപ്പോൾ ബിനോയ് വിശ്വം കൃത്യമായൊന്നും പ്രതികരിക്കുന്നില്ല. എന്താണ് പ്രതീക്ഷയുണ്ടോ എന്നൊക്കെ ചോദ്യത്തിന് കൂടിക്കാഴ്ച ഇപ്പോൾ അല്പസമയത്തിനകം ആരംഭിക്കുമല്ലേ? അനുജ അല്പസമയത്തിനകം ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുറിയിലേക്കാണ് പോയിരിക്കുന്നത്. അവിടെ അല്പസമയം വിശ്രമത്തിന് ശേഷം നേരത്തെ പറഞ്ഞിരുന്നതുപോലെ തന്നെ 3:30 കൂടിക്കാഴ്ച ആരംഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാലും ബിനോയ് വിശ്വം മാത്രമായിരിക്കില്ല, അദ്ദേഹത്തിന്റെ ഒപ്പം പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും. CPIയുടെ ആശങ്ക യോഗത്തിൽ അറിയിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് പോസിറ്റീവായിട്ടാണോ കാര്യങ്ങളെ കാണുന്നത് എന്നുള്ള ചോദ്യം അദ്ദേഹം സത്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രമേ കാര്യങ്ങളെ കാണുന്നുള്ളൂ എന്നുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഈ ചർച്ച അത് പോസിറ്റീവായിട്ട് അവസാനിക്കുമോ എന്നുള്ളതാണ് ഇനി ഉയർന്ന ചോദ്യം. എന്തായാലും ഈ രണ്ട് പാർട്ടികളും അവരുടെ നിലപാടുകളിൽ അണുകിട മാറാൻ തയ്യാറായിട്ടില്ല. സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഉയർന്ന ഒരു പൊതുവികാരവും അതുതന്നെയാണ്. PM ശ്രീ പദ്ധതി മന്ത്രിസഭ അറിയാതെ, മന്ത്രിമാരറിയാതെ, LDF അറിയാതെ ഒപ്പിട്ടത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പദ്ധതിയിൽ നിന്ന് പിന്മാറണം എന്നതിൽ മാറ്റമില്ല എന്നുള്ള നിലപാട് തന്നെയാണ് CPI സ്വീകരിച്ചിരിക്കുന്നത്. സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ ശേഷം ബിനോയ് വിശ്വത്തോട് 2 ഇടങ്ങളിലും CPIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഗസ്റ്റ് ഹൗസിലേക്ക് കയറുമ്പോഴും അദ്ദേഹത്തോട് ആവർത്തിച്ച് ചോദിക്കുമ്പോഴും അദ്ദേഹം കൃത്യമായ മറുപടിയൊന്നും പറയുന്നില്ല. എന്തായാലും മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് എടുക്കുക എന്നുള്ളതാണ്. നേരത്തെ CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകണം എന്ന നിലപാട് സ്വീകരിച്ചു. ഇതിൽ നിന്ന് ഒഴിയാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെ കേന്ദ്ര ഫണ്ട് നഷ്ടപ്പെടുത്താൻ സംസ്ഥാനത്തിന് കഴിയില്ല എന്നുള്ള നിലപാടാണ് CPIഎം സ്വീകരിക്കുന്നത്. ഇതിന്റെ രാഷ്ട്രീയമാണ് CPI മുന്നോട്ട് വയ്ക്കുന്നത്. RSSന്റെ അജണ്ട അടിച്ചേൽപ്പിക്കുന്ന ഒരു സമീപനം നേരത്തെ മുതൽ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് ഉണ്ട്. അത് ദേശീയ തലത്തിൽ തന്നെ വലിയ രീതിയിൽ ചർച്ചയാക്കിയത് ഇടതു പാർട്ടികളാണ്. മാത്രമല്ല അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർത്തത് ഇടതു വിദ്യാർത്ഥി സംഘടനകളാണ്. അങ്ങനെ ഇരിക്കെ അത് കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നതിന്റെ വൈരുദ്ധ്യമാണ് CPI ചൂണ്ടിക്കാണിക്കുന്നത്. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത്. എന്തായാലും നിർണായകമായ ആ ചർച്ചയിലേക്ക് കടക്കുകയാണ് മുഖ്യമന്ത്രിയും CPI നേതാക്കളും അല്പസമയത്തിനകം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.